യുദ്ധകളത്തിൽ നിന്ന് പുറത്തു വരുന്നത് സാധാരണക്കാരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. 13-ാം തീയതി വെള്ളിയാഴ്ച ഇറാന്റെ എണ്ണക്കപ്പലുകൾ കത്തിയെരിഞ്ഞ അതേ ദിവസം തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ബോംബ് കൂടി പൊട്ടിച്ചിരിക്കുന്നു. അതെ, ലോകം ഇന്നുവരെ കാണാത്ത ഒരു വേട്ടയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ലോക പോലീസ് ചമയുന്ന അമേരിക്ക. ചാണക്യൻ തന്റെ ശത്രുക്കളെ വേരോടെ പിഴുതെറിയാൻ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ പോലെ ഇറാന്റെ ഭരണകൂടത്തെയും സൈനിക ശക്തിയെയും തകർക്കാൻ അമേരിക്ക പുറത്തെടുത്തിരിക്കുന്നത് 850 കോടി രൂപയുടെ, അതായത് $10 മില്യൺ വമ്പൻ ബൗണ്ടിയാണ്. ആരാണ് അമേരിക്കയുടെ ഈ ഹിറ്റ് ലിസ്റ്റിലുള്ള ആ 10 പേർ? എന്താണ് ഇവർ ചെയ്ത കുറ്റം? ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഉൾപ്പെടെയുള്ള 10 ഉന്നത നേതാക്കളുടെ വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ വീതം പാരിതോഷികമാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും ഭീകരത ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന് അമേരിക്കയും ഇസ്രയേലും ആരോപിക്കുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തലച്ചോറുകളെയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ടോർ അല്ലെങ്കിൽ സിഗ്നൽ വഴി രഹസ്യമായി വിവരങ്ങൾ കൈമാറുന്നവർക്ക് പ്രതിഫലം മാത്രമല്ല, പുതിയൊരു ജീവിതം തന്നെ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമൻ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തന്നെയാണ്. ഫെബ്രുവരി 28 ആ കറുത്ത ദിനത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകൻ. മാർച്ച് 8 മുജ്തബ ഇറാന്റെ സുപ്രീം ലീഡറായി അധികാരമേൽക്കുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് മധ്യനിര പുരോഹിതനായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം റവല്യൂഷണറി ഗാർഡുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ്. ഇറാന്റെ കമാൻഡ് സിസ്റ്റത്തിന്റെ പുതിയ സ്ഥിരാകേന്ദ്രം മുജ്തബയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനാണ് അമേരിക്കയുടെ നീക്കം. മുജ്തബയുടെ നിഴലായി കൂടെയുള്ളത് അലി അസ്കർ ഹെജാസിയാണ്, സുപ്രീം ലീഡർ ഓഫീസിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്. ഇറാന്റെ രാഷ്ട്രീയ സൈനിക കാര്യങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായാണ് ഹെജാസി കണക്കാക്കപ്പെടുന്നത്. മുൻപേ കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ വിശ്വസ്തനായിരുന്ന ഇദ്ദേഹമാണ് ഭരണകൂടത്തിന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. ഹെജാസിയെ പിടികൂടുക എന്നതിനർത്ഥം ഇറാന്റെ ഭരണസിരാ കേന്ദ്രത്തെ തന്നെ തകർക്കുക എന്നതാണ്. ലിസ്റ്റിലെ മറ്റൊരു പ്രമുഖൻ മേജർ ജനറൽ യഹ്യ റഹീം സഫാവിയാണ്. 1997 മുതൽ 2007 വരെ IRGC കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന അദ്ദേഹം നിലവിൽ സുപ്രീം നേതാവിന്റെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവാണ്. ഖമേനിയുടെ മരണശേഷവും മുജ്തബയെ ഉപദേശിക്കുന്നത് ഈ പരിചയസമ്പന്നനായ സൈനിക മേധാവിയാണ്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഇറാന്റെ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി മന്ത്രി ഇസ്മായിൽ ഖത്തീബും അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ്. 2021 മുതൽ ഈ സ്ഥാനത്തിരിക്കുന്ന ഖത്തീബ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നെടും തൂണാണ്. ഈ പട്ടികയിൽ പേരില്ലാതെ ഒരു നിഴൽ ചിത്രമായി അമേരിക്ക പങ്കുവച്ചിരിക്കുന്നത് IRGCയുടെ പുതിയ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെയാണ്. ഫെബ്രുവരി 28 ആക്രമണത്തിൽ മുൻ മേധാവി മുഹമ്മദ് പഖ്പൂർ കൊല്ലപ്പെട്ടതോടെയാണ് വാഹിദി ചുമതലയേൽക്കുന്നത്. 1980കളിൽ IRGCയിലെത്തിയ വാഹിദി മുമ്പ് എലൈറ്റ് ഖുദ്സ് ഫോഴ്സിനെ നയിച്ച പാരമ്പര്യമുള്ള ക്രൂരനായ പോരാളിയാണ്. ഇറാന്റെ തിരിച്ചടികൾക്ക് പിന്നിൽ വാഹിദിയുടെ ബുദ്ധിയുണ്ടെന്ന് അമേരിക്ക നന്നായി തന്നെ വിശ്വസിക്കുന്നുണ്ട്. അമേരിക്ക ഇസ്രയേൽ സംയുക്താക്രമണത്തോടുള്ള ഇറാന്റെ പ്രതികരണത്തിന് നേതൃത്വം നൽകുന്നത് അലി ലാരിജാനിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഖമേനിയുടെ കൊലപാതകത്തിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ അമേരിക്കയെയും സയനിസ്റ്റ് ഭരണകൂടത്തെയും വെല്ലുവിളിച്ച ലാരിജാനി ഞങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കത്തിച്ചു കളയുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് നൽകിയത്. എക്സ്കന്ദർ മൊമേനിയെ പോലെയുള്ള പരിചയസമ്പന്നരായ IRGC ഉദ്യോഗസ്ഥരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ കൗൺസിൽ സെക്രട്ടറി, സുപ്രീം ലീഡർ ഓഫീസിലെ സൈനിക ഉപദേഷ്ടാക്കൾ തുടങ്ങിയ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരെ ഓരോരുത്തരെയായി പൂട്ടാനാണ് അമേരിക്കയുടെ ശ്രമം. അലി ഷംഖാനിയെ പോലെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടതോടെ ആ സ്ഥാനങ്ങളിലേക്ക് വന്ന പുതിയ മുഖങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഈ ബൗണ്ടിയുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതിക മികവിനൊപ്പം തന്നെ ഇറാന്റെ ഉള്ളിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ കൂടി ലഭിച്ചാൽ ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത്. ചുരുക്കത്തിൽ ലോകക്രമത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് അമേരിക്ക വാദിക്കുന്ന 10 ഇറാനിയൻ നേതാക്കളെ ലക്ഷ്യമിട്ട് അമേരിക്ക വല വിരിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം.
അമേരിക്ക ഈ 10 ഇറാനിയൻ നേതാക്കളുടെ തലയ്ക്ക് 850 കോടി രൂപ വിലയിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: ഈ 10 പേരും അത്രമേൽ വൈറ്റ് ഹൗസിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് പോലും നേരിട്ട് തകർക്കാൻ കഴിയാത്ത വിധം ഇറാന്റെ പ്രതിരോധ കോട്ടകൾ പണിതത് ഈ ധീര നേതാക്കളാണ്. തങ്ങളെ ചുറ്റും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോഴും നട്ടെല്ല് വളയ്ക്കാതെ തല ഉയർത്തി നിൽക്കുന്ന ഇറാന്റെ ആത്മവീര്യത്തിനു പിന്നിൽ ഈ 10 പേരുടെ ബുദ്ധിയും കരുത്തുമാണുള്ളത്. പണമെറിഞ്ഞ് ചാരന്മാരെ കണ്ടെത്താൻ അമേരിക്ക നിർബന്ധിതമാകുന്നത് തന്നെ ഈ നേതാക്കളെ നേരിട്ട് തൊടാൻ കഴിയില്ലെന്ന ഭയം കൊണ്ടാണ്. മുസ്തഫ ഖമീനി മുതൽ അഹമ്മദ് വാഹിദി വരെയുള്ള ഈ 10 പേരും ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ വെറും ഉദ്യോഗസ്ഥരല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ജീവൻ നൽകാൻ പോലും തയ്യാറാകുന്ന പോരാളികളാണ്. സ്വന്തം നേതാക്കൾ ഓരോരുത്തരായി വീഴുമ്പോഴും ചാരന്മാരെ ഉപയോഗിച്ച് ഉള്ളിൽ നിന്ന് തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും പതറാതെ പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഖാർഗ് ദ്വീപ് കത്തിയെരിയുമ്പോഴും തങ്ങളുടെ സമ്പാദ്യം ഓരോന്നായി ഇല്ലാതാകുമ്പോഴും നമ്മൾ പരാജയപ്പെടില്ല എന്ന ഉറച്ച വിശ്വാസം ഇറാനിയൻ ജനതയ്ക്ക് നൽകാൻ ഈ 10 പേർക്കും കഴിയുന്നു എന്ന വസ്തുതയും നമുക്ക് മറച്ചു വെക്കാനാവില്ലല്ലോ. അമേരിക്കയുടെ ഈ പാരിതോഷിക പ്രഖ്യാപനം സത്യത്തിൽ ഈ നേതാക്കൾക്ക് നൽകുന്ന ഒരു വലിയ അംഗീകാരമാണ് എന്നതും പറയാതെ വയ്യ. ഉപരോധങ്ങൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും ഇറാന്റെ നട്ടെല്ലൊടിക്കാമെന്ന് കരുതുന്നവർ ഒരു കാര്യം മറന്നു പോവുകയാണ്: തങ്ങളുടെ മണ്ണും മാനവും സംരക്ഷിക്കാൻ ഉറച്ചിറങ്ങിയ ഒരു കൂട്ടം ധീരരായ മനുഷ്യർക്ക് മുന്നിൽ ഏത് സാമ്രാജ്യത്വവും മുട്ടുമടക്കേണ്ടി വരും. അതല്ല, ഇനി ഈ ചാണക്യതന്ത്രം വിജയിക്കുമോ? ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചാരന്മാർ ഉയർന്നു വരുമോ? 850 കോടി രൂപയുടെ ഈ പാരിതോഷികം പശ്ചിമേഷ്യയുടെ യുദ്ധഗതി എങ്ങനെ മാറ്റുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇറാന്റെ അസ്തമയം ഇവിടെ കൊണ്ട് തുടങ്ങുകയാണോ? അതും കാത്തിരുന്ന് കാണാം. ഇനി നിങ്ങളോടാണ്. അമേരിക്കയുടെ ഈ വമ്പൻ പാരിതോഷിക പ്രഖ്യാപനം ഇറാന്റെ പതനത്തിന് കാരണമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആരെങ്കിലും ആ രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് ചോർത്തി നൽകുമോ?